ഇ ഡിയിലുണ്ടായിരുന്ന പിണറായി വിജയൻ്റെ ചാരനെ പിരിച്ചുവിട്ടോ? അതെ. പി രാധാകൃഷ്ണൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ആയിരുന്നു. അയാൾ കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവി പോലും അവസാനിക്കുമെന്ന് കരുതി ക്ലിഫ് ഹൗസിൽ വരെ ഇ ഡിയോ സി ബി ഒക്കെ കയറി ഒരുപക്ഷെ പിണറായി വിജയനെ പോലും അറസ്റ്റ് ചെയ്തേക്കും എന്നൊക്കെ കരുതിയ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ടാകുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഈ പറഞ്ഞ പോലെ ഇ ഡി അന്വേഷണം വന്നു, സി ബി ഐ വന്നു, എൻ ഐ എ വന്നു, സ്വപ്ന സുരേഷിനെയൊക്കെ കൊണ്ടുവരുന്നൊക്കെ വലിയ നാടകീയമായ സംഭവങ്ങളൊക്കെ കേരളം ഓർക്കുന്നുണ്ട്. ശിവശങ്കറിൻ്റെ സംഭവം എല്ലാം കേരളം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. അത് കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് ഇ ഡി കാര്യമായ അന്വേഷണം നടക്കുന്നു. വളരെ പെട്ടെന്ന് ഇ ഡി അന്വേഷണം അവസാനിക്കുന്നു. കേരളത്തിൽ ബി ജെ പി കേട്ട പഴി ചെറുതല്ല. വി മുരളീധരനും കെ സുരേന്ദ്രനും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ കേസ് അട്ടിമറിച്ചു, പിണറായി ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് വലിയ ദുരാരോപണം. പക്ഷേ സംഭവിച്ചതെന്താണ്? സംഭവിച്ചത് ഇത് മുഴുവൻ അട്ടിമറിച്ചത് കസ്റ്റംസിലെ ചിലർ, ഇ ഡിയിലെ ചിലർ, മറ്റേ എൻ ഐ എയിലെ ചില ആളുകളൊക്കെ ചേർന്നിട്ടാണ് പിണറായി വിജയനെ രക്ഷിച്ചതെന്ന് അന്നേ ആക്ഷേപം ഉണ്ടായിരുന്നു. കേരളത്തിലെ ബി ജെ പി, കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി അന്ന് തന്നെ യു എ ഇ കോൺസുലേറ്റ് വഴി, ഡിപ്ലോമാറ്റിക് ചാനൽ വഴി ഒക്കെ സ്വർണം കടത്തിക്കൊണ്ടുവന്ന ഈ കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥർ കുറ്റകരമായ അനാസ്ഥ മാത്രമല്ല കുറ്റക്കാരെ സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുന്നുള്ള ആക്ഷേപവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണം കടന്നു. ഇയാളെക്കുറിച്ച്, രാധാകൃഷ്ണനെക്കുറിച്ച് പരാതികളുണ്ടായി. രാധാകൃഷ്ണൻ തിരുവനന്തപുരത്തുകാരനെ മറ്റോ ഇയാളെ ചെന്നൈ സോണിലേക്ക് മാറ്റി, കാശ്മീരിലേക്ക് മാറ്റി. പക്ഷേ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇയാൾ എന്നിട്ട് ചെയ്യുന്നത്, ഇയാളെ സ്ഥലം മാറ്റിയിട്ടും ഇയാൾ പോകില്ല. ഇയാൾ ഇവിടെ തുടരും. ഇവിടെ തുറന്നിട്ട് ഞാൻ അന്വേഷിച്ചിരുന്ന ചില കേസുകളുടെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. കരുവന്നൂർ കേസ് സി പി എം നേതാക്കൾ രക്ഷപ്പെട്ടു, രാധാകൃഷ്ണനാണ് കാരണം. അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറയുന്ന കേസിനെ ആകെ അട്ടിമറിച്ച് കേന്ദ്ര ഏജൻസികൾക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ പിണറായി വിജയനെ ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് രാധാകൃഷ്ണനാണ്. ഒരു തർക്കവുമില്ല. പരാതി സി പി എം പരാതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സി പി എമ്മിൻ്റെ പരാതി ഒരു നാടകമാണ്. സി പി എമ്മിൻ്റെ പരാതി ഇപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിട്ടാണ്, അങ്ങനെയൊന്നുമല്ല. ബി ജെ പിയുടെ പരാതി പണ്ടേ ഉണ്ടായിരുന്നു. അത് അന്വേഷണം നടത്തി ഇ ഡി പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസി അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഒരാളെ രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച്, അതായത് ഫണ്ടമെൻ്റൽ റൂൾസ് 56J പ്രകാരം രാഷ്ട്രപതി അന്വേഷണം നടത്തി രാഷ്ട്രപതി നേരിട്ടങ്ങ് പിരിച്ചുവിട്ടു. രാഷ്ട്രപതിയെ നേരിട്ട് പിരിച്ചുവിട്ടാൽ പിന്നെ അതിനകത്ത് അപ്പീലിനൊന്നും പോകാൻ പറ്റില്ല. രാഷ്ട്രപതിയുടെ തീരുമാനമാണ്. അത് പൊതുജന താല്പര്യമാകും. കാരണം അത്രമാത്രം അഴിമതി നിറഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ് എന്ന് കണ്ടതിനെ തുടർന്ന് നമ്മൾ ആലോചിക്കേണ്ട ഈ കേന്ദ്ര ഏജൻസികളൊക്കെ പറയുമ്പോൾ ചിലത് സി ബി ഐ മുഴുവൻ കേന്ദ്രത്തിൻ്റെ, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ CRPF അല്ലെ NIA എന്നൊക്കെ പറയുന്ന ഏജൻസികളുണ്ട്, ഇതെല്ലാം കേന്ദ്രത്തിൻ്റെയാണ്. പക്ഷേ സി ബി ഐയിൽ എങ്ങനെയാണെന്നറിയോ? സി ബി ഐയിലുള്ളത് മുഴുവൻ കേന്ദ്രത്തിൻ്റെ സി ബി ഐയിലെ ഡയറക്ടർ റിക്രൂട്ടീസ് അല്ല. കേരള പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ പോകുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ ശ്രീലേഖ സി ബി ഐയുടെ SP ആയിരുന്നു. കേരള പോലീസിൽ നിന്ന് അവർ കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷൻ ആവശ്യപ്പെട്ട് CBI പോയി. അങ്ങനെ പോലീസുകാർക്ക് പോലും വേണമെങ്കിൽ കേന്ദ്ര ഏജൻസിയിലേക്ക് ഡെപ്യൂട്ടേഷൻ പോകാം. അങ്ങനെ ഡെപ്യൂട്ടേഷനിൽ പോയിരിക്കുന്ന ഏതൊക്കെ പോകുന്നറിയാമോ? CBI പോകാം, കസ്റ്റംസിൽ പോകാം. അങ്ങനെ കസ്റ്റംസിൽ പോകുന്നില്ല, കസ്റ്റംസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ മലയാളികളുണ്ടല്ലോ. ഇവിടെയൊക്കെ ഇവർക്ക് യൂണിയനുണ്ട്. കസ്റ്റംസ് ഈ പറഞ്ഞ പോലെ ഒരു കേന്ദ്രത്തിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഏജൻസി ആണെങ്കിൽ പോലും അതിൽ മലയാളികളുണ്ട്. സ്വാഭാവികമായും ഇവർ കസ്റ്റംസിൻ്റെ യൂണിയൻ ഉണ്ടാവും. സി പി എമ്മിലെ ഈ കസ്റ്റംസ് സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേട്ടില്ലേ, ഇതിനകത്ത് മുഖ്യമന്ത്രിക്കൊന്നും ഒരു ബന്ധമില്ല, രാഷ്ട്രീയ ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് വലിയ വാദമായിരുന്നു. അയാളെ പിന്നീട് നടപടിയെടുത്തു. അപ്പോൾ ഇവർ കൃത്യമായി സി പി എമ്മിനെതിരെ വരുന്ന കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുക എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. ഇപ്പോൾ വിവരങ്ങൾ ഞങ്ങൾ റെയ്ഡിന് വരുന്നുണ്ട് കേട്ടോ എന്ന് നേരത്തെ അറിയിച്ചാൽ മതിയില്ല, എല്ലാ രേഖകളും മാറ്റാം. അതുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് കേരള പോലീസ് അറിയാതെയാണ് നേരിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരു സ്പെഷ്യൽ വിമാനത്തിൽ BSF അല്ല CRPF വന്നിറങ്ങി. CRPFകാർക്ക് പോലും അറിയില്ലായിരുന്നു എന്തിനാണെന്ന്. ആ സമയത്ത് ഈ വിഴിഞ്ഞം സമരം നടക്കുകയാണ്. വിഴിഞ്ഞത്ത് അദാനി പോർട്ട് തുറക്കാൻ സമ്മതിക്കത്തില്ല എന്നാവശ്യപ്പെട്ട് വലിയ സമരം നടക്കുന്നു. അക്രമാസക്തമായി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. എന്നിട്ട് അദാനി ഹൈക്കോടതി പോയിട്ട് കേന്ദ്രസേനയുടെ സഹായം തേടുന്നു. ഹൈക്കോടതി ഉത്തരവ് വരാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു വിമാനം നിറയെ CRPFകാർ വന്നിറങ്ങുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങി, നേവൽ ബേസിൻ്റെ എയർപോർട്ടിൽ വന്നിറങ്ങി. അപ്പം വിമാനം വന്നതൊക്കെ അറിയാം. എല്ലാവരും കരുതിയെന്നറിയോ? ഹൈക്കോടതി ഇപ്പം അദാനിക്ക് പോലീസ് സംരക്ഷണം കൊടുക്കാൻ ഉത്തരവിടും. അപ്പോഴത്തേക്ക് അതിന് വന്നു നടന്നു. പക്ഷേ വന്നത് പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടാനായിരുന്നു. കേരള പോലീസ് പോലും അറിഞ്ഞില്ല. കാരണം അറിഞ്ഞാൽ ചോരും. ഇവിടെ കസ്റ്റംസിലുള്ള ആളുകൾ ഒക്കെ കേരളത്തിൽ CPMൻ്റെ യൂണിയനുകളിൽപ്പെട്ട ആളുകൾ, CPMകാർ വിവരങ്ങൾ കേന്ദ്ര ഏജൻസിയിൽ ചോർത്തി കൊടുക്കുന്നു. CBI പോലും ഉണ്ട്, CBIയിൽ നിന്ന് പോകുന്നുണ്ട്, NIA എന്ന് പോകുന്നുണ്ട്. കാരണം ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആളുകൾ, ചില ആളുകളെ നമുക്ക് തുറന്നു നോക്കാനൊന്നും പറ്റില്ല.
അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ED-യിൽ പ്രവർത്തിച്ച CPM-ൻ്റെ ചാരനായിരുന്നു രാധാകൃഷ്ണൻ. ഇയാൾ കാണിച്ചിട്ടത്രയും വൃത്തികേടുകളില്ല. സ്വപ്ന സുരേഷ് പറഞ്ഞു ഇയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉൾപ്പെടെ രക്ഷപ്പെടുത്താൻ വേണ്ടി 30 കോടി രൂപ കോഴ വാങ്ങിയിട്ടുണ്ട്. 30 കോടി രൂപ കൈക്കൂലി വാങ്ങിയിട്ടാണ് രാധാകൃഷ്ണൻ പിണറായി വിജയനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷിച്ചതെന്ന് പരസ്യമായി സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് ഈ രാധാകൃഷ്ണൻ ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല. കരുവന്നൂർ ബാങ്ക് ഇടപാട് നോക്കൂ, ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിക്കഴിഞ്ഞിട്ടും അയാൾ അവിടെ ജോയിൻ ചെയ്യാതെ എനിക്കിവിടെ കുറച്ച് പണിയുണ്ട് ബാക്കി എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കേണ്ട കാര്യം എന്താ? അയാൾ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരിക്കുമ്പോൾ സാധാരണ ED-യിലെ ആളുകൾ ഒക്കെ വല്ലാത്ത ആശങ്കയിലൊക്കെ ആവും. അവർ ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ ഇവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ ബന്ധപ്പെട്ട ആളുകൾക്ക് ചോർത്തി കൊടുക്കുക എന്നുള്ള പണി അതിവിദഗ്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്ന CPM-ൻ്റെ സഖാവായിരുന്നു ഈ രാധാകൃഷ്ണൻ. എന്നിട്ടിപ്പോൾ CPM പറയുകയാണ് ഞങ്ങൾ കാരണമാണ്, ഞങ്ങൾ പരാതി കൊടുത്തിട്ടാണ്. അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ രാധാകൃഷ്ണനെ രക്ഷിക്കാൻ വേണ്ടി CPM കളിക്കുന്നൊരു നാടകമാണ്. കാരണം ഇനിയിപ്പോൾ CPM രാധാകൃഷ്ണന് ഇപ്പോൾ 30 കോടി അന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സ്വപ്ന പറഞ്ഞതുപോലെ 30 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത 3-4 തലമുറയ്ക്ക് കഴിയാനുള്ള കാശായി. കാരണം കള്ളപ്പണമാണല്ലോ, ടാക്സും കൊടുക്കണമല്ലോ. പിന്നെ ഇതുപോലെ ഇയാൾ ആരെയൊക്കെ നമുക്ക് ഈ സ്വപ്ന സുരേഷിനും മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസും കരുവന്നൂർ കേസും ഒക്കെ നമുക്കറിയാവുള്ളൂ. അതല്ലാതെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട ഏതെല്ലാം കേസുകളിൽ ആരെയൊക്കെ എങ്ങനെയൊക്കെ ഇയാൾ സഹായിച്ചിട്ടുണ്ട് എന്നങ്ങനെ എങ്ങനെ അറിയാൻ പറ്റും? അന്വേഷണം നടക്കണം. ഏതായാലും ഇത് പിരിച്ചുവിടൽ മാത്രമൊന്നുമല്ല, അയാൾക്കെതിരെ തുടർ നടപടികളുണ്ടാകും, കൂടുതൽ അന്വേഷണം ഉണ്ടാവും, CBI അന്വേഷണം ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളൊക്കെ വരുമെന്നാണ് തോന്നുന്നത്. ഏതായാലും നമ്മൾ ഈ പറയുന്ന പോലെ കേന്ദ്ര ഏജൻസി എന്ന് പറയുന്നത് 100% കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ള ഏജൻസികളല്ല പലപ്പോഴും. ഇപ്പോൾ CRPF സമ്പൂർണ്ണമായി കേന്ദ്രത്തിൻ്റെയാണ്, BSF അതെ. പക്ഷേ കസ്റ്റംസ് എന്ന് പറയുന്നത്, കസ്റ്റംസിലൊക്കെ ഈ സൂക്കേട് കേരളത്തിലുള്ള മലയാളികൾ ചെല്ലുമ്പോഴേ ഉള്ളൂ. മലയാളിക്ക് അപ്പോൾ അവൻ കിട്ടിയ കസ്റ്റംസിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെർവൻ്റാണ് എന്നുള്ള ബോധത്തിനപ്പുറത്ത് ഞാൻ പാർട്ടിയുടെ ഇന്ന ലോക്കൽ കമ്മിറ്റിയുടെ പരിധിപ്പെടുന്ന സഖാവാണെന്നുള്ള ബോധം വരും. എന്നിട്ട് പാർട്ടിക്കൂറാണ്, രാജ്യത്തേക്കാൾ വലിയ കൂറ് പാർട്ടിയോടാണ്. ഇങ്ങനെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഈ രാധാകൃഷ്ണൻ. ഏതായാലും പിണറായിയുടെ സർക്കാരിൻ്റെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് രാധാകൃഷ്ണനെ പിരിച്ചുവിട്ട നടപടി ഇപ്പോഴാണോ പിരിച്ചുവിടേണ്ടിരുന്ന് ചോദിച്ചാൽ അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നതിൽ പ്രൊസീഡിങ്സിന് അത്ര സമയമെടുക്കുമായിരിക്കും. ഏതായാലും കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാക്കുവാൻ പോകുന്ന ഒരു കേസിനെ, ഒരു വലിയ ജിന്നിനെ ഒരു കുപ്പിക്കകത്തടച്ച് അവസാനിപ്പിച്ച മഹാനാണ് ഈ രാധാകൃഷ്ണൻ. CPM-ന് എവിടെയൊക്കെ ഏതെല്ലാം സംവിധാനങ്ങളിൽ അവരുടെ ആളുകളുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് രാധാകൃഷ്ണൻ ഒതുക്കിത്തീർത്ത കേസുകൾ. വേണം ഒരു പുസ്തകം എഴുതാൻ, രാധാകൃഷ്ണൻ ഒതുക്കിത്തീർത്ത കേസുകൾ. കരുവന്നൂർ കേസ് CPM-ലെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ്റെ കേസ്, എല്ലാം സഖാവ് രാധാകൃഷ്ണൻ ഒതുക്കിത്തീർത്ത കേസുകളാണ്. പിണറായിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടം ഉണ്ടാവേണ്ട ഒരു മനുഷ്യനാണ് സഖാവ് P. രാധാകൃഷ്ണൻ. അദ്ദേഹത്തിനെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് നേരിട്ടെടുത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവിനെ അംഗീകരിച്ച് പറ്റുമെങ്കിൽ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയാക്കി നിയമിക്കണം പിണറായി വിജയൻ എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. മാത്രമല്ല ഇത് നിർമ്മലാ സീതാരാമൻ്റെ കീഴിലാണ് കേട്ടോ ഈ ED എന്ന് പറയുന്നത്. നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രി ആയതിനു ശേഷം ഇത് ആദ്യത്തെ നടപടിയല്ല. ഇൻകം ടാക്സ് വകുപ്പിൽ നിന്ന് ഇതുപോലെ ഉന്നതരായ ഒരുപാട് ഉദ്യോഗസ്ഥരെ നിർമ്മല അഴിമതിക്കാരാണെന്ന് കണ്ടിട്ട് നടപടിയെടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. അതും നമ്മൾ ഓർക്കണം. ഏതായാലും പിണറായിയുടെ ചാരന്മാർ ഇനിയും കേരളത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി കേന്ദ്ര ഏജൻസികളിൽ ബാക്കിയുണ്ട്. അവരെ കൂടെ കണ്ടെത്തി പുറത്താക്കിയാൽ മാത്രമേ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്ന പോലെയുള്ള സ്വതന്ത്രവും നിഷ്പക്ഷവും സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങളിൽ ഉണ്ടാവത്തുള്ളൂ. ഇന്ത്യ ലൈവ് നിങ്ങളുടെ സഹായത്തോടെ, നിങ്ങളുടെ സഹകരണത്തോടെ, നിങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് ഇനിയും വേണം. നമ്മുടെ വീഡിയോ കാണുന്നതിനൊപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലിൻ്റെ ലോഗോയായ IND എന്ന് കാണുന്ന ആ ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും. അവിടെ ഒന്ന് വിരലമർത്തുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അമർത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് കൂടുതൽ വിവരങ്ങൾ എത്തിക്കാൻ കഴിയുള്ളൂ. ഞങ്ങളെ സഹായിക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കൊപ്പം ഇന്ത്യ ലൈവിനൊപ്പം യാത്ര തുടരുക.